കേര ലൈവിലേക്ക് സ്വാഗതം. കൃഷിയും സംസ്കാരവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് നമുക്ക് പൊതുവെ അറിയാവുന്നതാണ്. ഇന്ന് കാണുന്ന പല ഉത്സവങ്ങളും ആചാരങ്ങളും ഫോക്ലോറുകളും എല്ലാം തന്നെ ഉത്ഭവിച്ചത് കൃഷിയെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെയാണ്. അങ്ങനെ ഒരു കാലത്ത് ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന കൃഷിയും സംസ്കാരവും തമ്മിലുള്ള ആ ബന്ധത്തിന് ഇന്ന് വളരെയധികം ഉലച്ചൽ തട്ടിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും കാർഷിക വികസന പ്രവർത്തനങ്ങളും യന്ത്രവൽക്കരണവും ഒക്കെ കൃഷിയെ സംസ്കാരത്തിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായ തലങ്ങളിലേക്ക് തോന്നുന്നത്. വീണ്ടും അത്തരത്തിലുള്ളൊരു ബന്ധം പുനഃസ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതുപോലെ തന്നെ സാംസ്കാരികമായ പല കാര്യങ്ങളും കൃഷിയുടെ സുസ്ഥിരമായ വികസനത്തിനും എങ്ങനെ മുതൽക്കൂട്ടാക്കാം എന്നുള്ള ഒരു അന്വേഷണമാണ് ഇന്ന് കാർഷിക സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പുതിയ അന്വേഷണാത്മകമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർ ശ്രീവത്സൻ ജെ. കേര ലൈവിലേക്ക് സ്വാഗതം ചെയ്യുക. ഈ കൃഷിയും സംസ്കാരവും എന്ന പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ കാർഷിക സർവകലാശാലയിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഫോക്ലോർ, നാടൻ കലകളുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങളെ നമുക്കത് വലുതും അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം ഫോക്ലോറുകളെ ഡോക്യുമെൻ്റ് ചെയ്യാനും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ശരിയായിട്ട് ഈ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശം? വാസ്തവത്തിൽ കേരയുടെ ഒരു പ്രോജക്റ്റ് തന്നെ കൃഷിയും സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ അനിൽകുമാർ സാർ പറഞ്ഞ പോലെ തന്നെ കാർഷിക സർവകലാശാലയിൽ ഒരു 2-3 വർഷമായിട്ട് നമ്മുടെ അനുഷ്ഠാനങ്ങളും നമ്മുടെ അന്യം നിന്ന് പോയിട്ടുള്ള ചില കലാരൂപങ്ങളും ഒക്കെ നമ്മൾ വിഷ്വലി ഡോക്യുമെൻ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതിപ്പോൾ പടയണിയാണെങ്കിലും മുടിയേറ്റാണെങ്കിലും ഇതൊന്നും അന്യം നിന്ന് പോയി എന്നല്ല പറയണത്. പക്ഷേ ഈ കലാരൂപങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നൊരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഒരു കൃഷിയുടെ ഒരു പ്രോഡക്റ്റ് അതിനകത്തുണ്ട്, അല്ലെങ്കിൽ കൃഷിയിൽ നിന്നുള്ളൊരു ഉപോൽപ്പന്നം അതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കാർഷിക ഒരു കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള പാടത്ത് നടക്കുന്ന ഒരു ഉത്സവമോ അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനമോ ഇതൊക്കെ കൃഷിയിൽ നിന്ന് ഡെഫിനറ്റ്ലി പറഞ്ഞ മാതിരി ഉത്ഭവിച്ച കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതിലൊക്കെ തന്നെ ഈ ഫോക്ലോറിന് ഒരുതരം സ്റ്റൈലൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സംസ്കാരത്തിനെ സംസ്കരിച്ചെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റൈലൈസേഷൻ നടത്തുന്നുണ്ട്. അതിൽ ആളുകൾ ആകൃഷ്ടരാകുന്നുണ്ട്, അത് പഠിക്കുന്നുണ്ട്, അത് കളിക്കുന്നുണ്ട്. ഇപ്പോൾ പടയണി ആണെങ്കിലും ശരി, തെയ്യമാണെങ്കിലും ശരി, പൂരക്കളിയാണെങ്കിലും ശരി, ഒക്കെ ആളുകൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ കൃഷിയുടെ ഒരു അകമ്പടി തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുകയും വീഡിയോ ഡോക്യുമെൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. അപ്പോൾ അപ്പോഴാണ് ഈ കേര പദ്ധതിയുമായിട്ടുള്ള ഒരു ഐഡിയ വന്നപ്പോൾ ഈ ഡോക്യുമെൻറ്റേഷൻ മാത്രമായിരിക്കില്ല ഒരുപക്ഷെ ഈ സംസ്കാരത്തിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നതെന്ന് തോന്നി. അത് ഞാൻ കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ തെയ്യത്തിനും പടയണിക്കും ഒക്കെ ഉപയോഗിക്കുന്ന മാസ്കുകൾ, വലിയ പാളകൾ, ഇതൊക്കെ കമുകിൻ്റെ പാളയാണ്. അപ്പോൾ തെയ്യത്തിന് അറിയാമല്ലോ, അപ്പോൾ പൊട്ടൻ തെയ്യത്തിനാണെങ്കിലും ഗുളികനൊക്കെ നമ്മൾ ഈ അരക്കനറ്റ് സ്പെയ്ത്താണ് ഉപയോഗിക്കണം. അപ്പോൾ ഈ പാള ഞങ്ങളിത് വിഷ്വലി ഡോക്യുമെൻ്റ് ചെയ്യേണ്ട സമയത്താണ് അവർ പറയണത്, സാറേ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന പാളകൾ, പുതിയ പാളകളൊക്കെ പെട്ടെന്ന് പൊട്ടും, പിന്നെ ആ ചട്ടം നമുക്ക് വലുതായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മോഹിത് നഗർ പോലെയുള്ള അല്ലെങ്കിൽ മംഗള പോലെയുള്ള പുതിയ ഇനങ്ങളാണ് അവർ ഉപയോഗിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഈ പറയുന്നവർ ഷൂട്ട് ചെയ്യണ സമയത്ത് നമുക്ക് തോന്നുന്നൊരു കാര്യങ്ങളാണ്. നമുക്കൊരു നാടൻ വെറൈറ്റിയിലേക്ക് തന്നെ പോയാലെന്താ എന്നുള്ള ഒരു ആശയത്തിൻ്റെ പുറത്താണ്. നാടൻ വെറൈറ്റി എന്ന് പറയുമ്പോൾ നമുക്കിത് പൊട്ടാത്ത, നല്ല ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ കലകൾക്ക് വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള എക്സാക്ട്ലി നാടൻ വെറൈറ്റിയുടെ ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ചട്ടം വളരെ വലുതാണ്, മാത്രമല്ല അത് പൊട്ടൂല്ല, ബ്രിട്ടിലാണ്. അപ്പോൾ ഈ കാസർഗോഡൻ ലോക്കൽ, ശരിക്കും പറഞ്ഞാൽ ദക്ഷിണ കന്നഡ വെറൈറ്റികളെല്ലാത്തിനും ഈ സ്വഭാവം ഉള്ളതാണ്. വലിയ പാളകളും കിട്ടും, പൊട്ടാത്തതുമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ദക്ഷിണ കന്നഡ, രത്നഗിരി, കാസർഗോഡൻ ലോക്കൽ, ഇത്തരം വെറൈറ്റികൾ നമ്മൾ ഈ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാനുള്ളൊരവസരമാണ്. അപ്പോൾ ഇത്
ഈ കേര പദ്ധതിയിലൂടെ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഈ പദ്ധതിയിലൂടെ തന്നെ നമ്മൾ ഇങ്ങനെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ ഈ കമ്മ്യൂണിറ്റിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ ഇതിപ്പോൾ ഞാൻ കേവലം ഈ എന്താണ് കമുകിൻ്റെ മാത്രം പറഞ്ഞതാണ്. ഇനി നമുക്ക് തെച്ചി അല്ലെങ്കിൽ തെങ്ങിൻ്റെ പൂക്കുല അല്ലെങ്കിൽ തെങ്ങിൻ്റെ ഓല, ഇതിലൊക്കെ നമ്മൾ എടുത്തു നോക്കിയാലും ഇങ്ങനെയുള്ള ചില സവിശേഷമായ കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതായത് എന്താണോ ഈ കലയ്ക്ക് ആവശ്യം അത് ഇന്നത്തെ പുതിയ വെറൈറ്റിയിൽ കാണുന്നില്ല. അപ്പോൾ കലയ്ക്ക് വേണ്ട ഒരു വെറൈറ്റി, അത് കുറച്ചൊരു സാങ്കല്പികമായ ഫിക്റ്റീഷ്യസ് ആയിട്ടൊക്കെ തോന്നും, പക്ഷേ കലയ്ക്ക് കൂടി അല്ലെങ്കിൽ അനുഷ്ഠാനത്തിന് കൂടി ഉതകുന്ന ഒരു വെറൈറ്റി അല്ല. അപ്പം നമ്മൾ എല്ലാത്തിനും നാടൻ ഇനങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണോ, മറിച്ച് അതിന് സൂട്ടബിളായിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള നാടൻ ഇനങ്ങൾ കണ്ടുപിടിച്ചെടുത്ത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? അതെ, ഇപ്പോഴത്തെ നിലയ്ക്ക് നമ്മൾ നാടൻ ഇനങ്ങളിലേക്ക്, അതായത് പണ്ട് എന്താണോ ഉപയോഗിച്ചിരുന്നത് അതിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ്. അതൊരു ഒരു ഒരു റിട്രോഗ്രേഡ് അല്ല, ഒരു പിന്തിരിപ്പനായിട്ടുള്ളൊരു സ്റ്റെപ്പല്ല. നേരെ മറിച്ച് ഇപ്പോൾ സപ്പോസ് വീണ്ടും ഞാൻ കമുകിലേക്ക് തന്നെ വരട്ടെ. ഇപ്പോൾ ഒരു 100 നമ്മുടെ മോഹിത് നഗറും മംഗളയും നിങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ 10 എണ്ണം ഒരു കാസർഗോഡൻ ലോക്കൽ വെച്ചാൽ മതി, അത്രേ വേണ്ടൂ. അല്ലാതെ നമ്മൾ ഈ എല്ലാം നാടനിലേക്കുള്ള തിരിച്ചുപോക്ക് എന്നുള്ളൊരു സങ്കല്പമല്ല. അത് പ്രധാനമായിട്ടും ഇപ്പോൾ എന്തായാലും കൃഷിക്കാരനെ സംബന്ധിച്ച് ഈൽഡ് തന്നെയാണ്, വിളയുടെ ഒരു ഈൽഡ് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു 100-ൽ 10 എണ്ണമെങ്കിലും ഇയാൾക്ക് ഇത്തരത്തിലുള്ള ഒരു അപ്പോൾ ഈ ഉൽപാദനം കുറയാതെ തന്നെ അല്ലെങ്കിൽ കുറയ്ക്കാതെ തന്നെ കാർഷിക ഇതുപോലുള്ള കലാപ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഫോക്ലോർ പോലുള്ളതിനെ സംരക്ഷിക്കുക എന്നുള്ളതും കൂടിയാണ് ഈ ഉദ്ദേശം. അതെ അതെ, അല്ലെങ്കിൽ ഇത് അന്യം നിന്ന് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതെ. അപ്പോൾ ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഞാൻ 1-2 എക്സാമ്പിളും കൂടെ ഞാൻ പറയാം. ഇപ്പം തെച്ചി തെയ്യത്തിന് അറിയാമല്ലോ, തെച്ചിന് ഏറ്റവും പ്രധാനപ്പെട്ട അതിന് ചെക്കി എന്നാണ് പറയുക. ചെക്കി എന്നാണ് വടക്കേ മലബാറിൽ. നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ഇപ്പുറത്തേക്ക് തെച്ചിന്നും ചെത്തിന്നും പറയും, തെറ്റിന്നും പറയുന്നുണ്ട്. അപ്പോൾ ചെക്കി എന്നാണ് അവിടെ പറയാം. അപ്പോൾ ഈ തെച്ചി നമുക്ക് ശരിക്കും പടയണി, ഇപ്പോൾ അന്നം പടയണി പോലെയുള്ള വലിയ പടയണിയാണ്. 10-30 അടി നിലമ്പേരൂറുള്ള സാറത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ പടയണിയിലെ ചോപ്പ് ബാക്കി എല്ലാം ബയോളജിക്കലായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഒരു അന്നമാണ് ഉണ്ടാക്കുന്നത്, ഒരു സ്വാനെയാണ് ഉണ്ടാക്കുന്നത്. അതിൽ വാഴപ്പോളയാണ് വെള്ള, പിന്നെ താമരയുടെ ഇലയാണ് പച്ച, ഈ ചോപ്പ് തെച്ചിയാണ്. അപ്പോൾ ഈ തെച്ചി ഇപ്പം ചെയ്യുന്നത് എന്താ വെച്ചാൽ അവിടുത്തെ എല്ലാ തെച്ചിയും പോയി. അവിടെ സാധാരണ വീടുകളിൽ തെച്ചി ഉണ്ടായിരുന്നൊന്നും ഇപ്പം ഇല്ല. അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടാണ് ആ തെച്ചി അവിടെ ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തെച്ചിയെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ പ്രോജക്റ്റിൽ ഞങ്ങൾ ഓണക്കാലത്ത് തെച്ചി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ ഒരു സ്കീം. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഈ പുറമേ നിന്നുള്ള തെച്ചിയെ നമ്മൾ ആശ്രയിക്കേണ്ട, നമ്മുടെ തന്നെ എക്കോസിസ്റ്റത്തിൽ ഈ തെച്ചിയെ നമ്മൾ സ്ഥാപിക്കുന്നു. ഇതേമാതിരി തന്നെയാണ് തെയ്യത്തിനും ഇതേമാതിരി ചെത്തി ഒരുമാതിരി എല്ലാ തെയ്യങ്ങളും ഏതാണ്ട് 1000-ഓളം തെയ്യങ്ങളുണ്ട്. അതിൽ പലതിലും തെച്ചി ഒരു പ്രധാനപ്പെട്ട എല്ലാത്തിലും ഒരു അല്ലേ, അതിൻ്റെ മുടിയിലേക്ക് എല്ലാത്തിലും. ഇനി അതിലൊരു ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ വടക്കേ മലബാറിൽ പോയ സമയത്ത് ചെത്തിയുടെ ഈ ഇക്സോറ കൊക്സീനിയ എന്ന് പറയുന്ന സ്പാഴ്സലി ഗ്രോൺ ആയിട്ടുള്ള ചെത്തിയാണ് അത്രേ അവർക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെ അതൊക്കെ പോയിട്ട് ഇപ്പോൾ പുറമേ നിന്നുള്ള ചെത്തി വരുമ്പോൾ ഏതാണെന്നൊന്നും അറിയില്ല. ഏതായാലും നമ്മളപ്പോൾ 2 രീതിയിൽ ഇക്സോറ കൊക്സീനിയും ഇക്സോറ സിംഗപ്പൂറൻസിസ്. ഈ സിംഗപ്പൂറൻസിൻ്റെ ഗുണം എന്ന് വെച്ചാൽ അത് ഈ കൊടച്ചെത്തി എന്ന് പറയുന്നത് ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ നമ്മൾ കാണുമല്ലോ, അതാണ് കൊടച്ചെത്തി. അപ്പോൾ ഈ കൊടച്ചെത്തിയും കുറച്ച് ഈ കൊക്സീനിയും കൂടിയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ ആർട്ട് ഫോമിലും അല്ലെങ്കിൽ ഓരോ റിച്വലിനും ഇത്തരത്തിലുള്ള വിളകളെ ഐഡൻറ്റിഫൈ ചെയ്ത്, ഇപ്പോൾ സാറ് ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അതായത് നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന നാടൻ ഇനങ്ങളെ തന്നെയാണോ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്? ഒരുപക്ഷെ അങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോൾ ഒരു റിസർച്ചബിൾ ഇഷ്യൂവും കൂടെ ആവാം ഇത്. ഇതെല്ലാ ക്യാരക്ടേഴ്സുള്ളൊരു പുതിയ വെറൈറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ അത്തരത്തിലൊന്നും നമ്മൾ ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മളിതിനെ ഈ ഫോംസിനെയൊക്കെ തന്നെ നമ്മൾ വിഷ്വലി ഡോക്യുമെൻ്റ് ചെയ്യുന്നു. കൂടാതെ എവിടെയെങ്കിലും നമുക്ക് ഈ പോരായ്മകൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ആ പോരായ്മകളിലേക്ക് ഈ പറയുന്ന ഇനി നമ്മൾ കമുകിൻ തൈകൾ കൊടുക്കുക അല്ലെങ്കിൽ ചെത്തി കൊടുക്കുക, അത് മാത്രമല്ല യൂണിവേഴ്സിറ്റി ചെയ്യണം. അതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ കൃഷി രീതികളും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കൂടെയുള്ള ശാസ്ത്രജ്ഞർ അവരെ പോയി എങ്ങനെ ഭംഗിയായിട്ടൊരു പിറ്റെടുക്കാം,
എന്തൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കേണ്ടത്, വിള പരിപാലന മുറകൾ ഏതാണ്, ഇതെല്ലാം നമ്മൾ അപ്പോൾ ഇതൊരു മൊത്തത്തിലൊരു കോൺസെൻട്രൈസേഷനും കൂടിയാണ്. ഏതൊക്കെ നമ്മുടെ ഫോക്ലോർ ആക്ടിവിറ്റീസൊക്കെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്? നമ്മൾ പ്രധാനമായിട്ടും ഇപ്പോൾ ഫസ്റ്റ് ഈ ക്വാർട്ടറിൽ നമുക്ക് കന്യാർ കളിയുണ്ട്, തെയ്യമുണ്ട്, പിന്നെ പൂരക്കളിയുണ്ട്. പിന്നെ നമ്മൾ നേർച്ച. ഈ നേർച്ച പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അതായത് നേർച്ചയായി നമ്മൾ ചില ക്ഷേത്രങ്ങളിലേക്ക് സമർപ്പിക്കുക, അല്ലെങ്കിൽ ചില അനുഷ്ഠാനങ്ങളിലേക്ക് ചില നേർച്ചയായിട്ട് സമർപ്പിക്കുക, അല്ലെങ്കിൽ തിരിച്ച് പ്രസാദമായിട്ട് കിട്ടുക. അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കൊരട്ടി മുത്തി എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലയിൽ കൊരട്ടി മുത്തിയുടെ നേർച്ച എന്ന് പറയുന്നത് പൂവമ്പഴമാണ്, വേറൊരു പഴവും പറ്റില്ല. അപ്പോൾ ഏകദേശം മേലൂർ, ചാലക്കുടി പ്രദേശങ്ങളിലുള്ള എല്ലാ ആളുകളും ഏകദേശം 4000 ടൺ വരെയുള്ള പൂവമ്പഴം അവിടെ എത്തണം, ആ പ്രത്യേക സമയത്ത് അവിടെ എത്തണം. ഇതേപോലെ നമ്മൾ ഗുരുവായൂർ നോക്കിക്കഴിഞ്ഞാൽ ഗുരുവായൂർ കദളിപ്പഴമാണ്. പിന്നെ കദളിപ്പഴം നേദിക്കാനും തുലാഭാരത്തിന് നേന്ത്രപ്പഴമാണ്. അതുപോലെ എറണാകുളത്ത് അടുത്തുള്ള ഒരു പള്ളിയുണ്ട്, തൃപ്പൂണിത്തുറ അടുത്തുള്ള ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ പാളയംകോടൻ പഴമാണ്. അപ്പം പഴത്തിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ ഈ റിച്വൽസ് അനുഷ്ഠാനമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്നുണ്ട്. അല്ല, ഈ തെയ്യം പോലുള്ള അനുഷ്ഠാന കലകൾക്ക് പ്രധാന ഈ മഞ്ഞൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ, അതിനെന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട മഞ്ഞള് ഞങ്ങളിപ്പോൾ ഇതുവരെ സീഡ്ലിങ്സോ അങ്ങനെയൊന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ല. പക്ഷേ മഞ്ഞൾ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ അത് തെയ്യത്തിന് മാത്രമല്ല, ഇപ്പോൾ കൊടുങ്ങല്ലൂർ ഭരണി അവിടെ മഞ്ഞളും പിന്നെ കുരുമുളക്, ഉപ്പ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. അപ്പോൾ ഇതിലൊക്കെ തന്നെ നമ്മൾ ഏത് കേരളീയമായ അല്ലെങ്കിൽ തമിഴകത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേരളത്തിൻ്റെ ഏത് അനുഷ്ഠാനം നോക്കുമ്പോഴും എങ്ങനെയായാലും ഒരു 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 അഗ്രികൾച്ചറിൻ്റെ ഒരു പ്രോഡക്റ്റോ ബൈ പ്രോഡക്റ്റോ അതൊരു സുസ്ഥിര കാർഷിക വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു വഴിയായിട്ട് കൂടി അതിനെ നമ്മൾ ശരിക്കും ഇപ്പോൾ നമ്മൾ സാധാരണ ഇതുവരെ എനിക്ക് തോന്നുന്നത് കൃഷിയെ നമ്മളിപ്പോൾ സസ്റ്റൈനബിലിറ്റി എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ക്ലൈമറ്റ് റെസിലിയൻ്റ് അഗ്രികൾച്ചർ നമ്മൾ പറയുമെങ്കിലും അതൊക്കെ ഒരു ബയോളജിക്കൽ സിസ്റ്റത്തിനെയോ അല്ലെങ്കിൽ കൂടിപ്പോയാൽ നമ്മൾ ആ മണ്ണിൻ്റെ ഘടനയോ മണ്ണിനെ പോഷപ്പെടുത്തുക ഒരു അമിലിയറൻസൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ മനുഷ്യരും കൂടി ഇതിൻ്റെ ഭാഗമാവണം എന്നുള്ളതും സാധാരണ മനുഷ്യർ വേണം ഈ കൃഷിയെ നിലനിർത്തുക എന്നുള്ളത്. അപ്പോൾ കുറച്ചൊരു ആന്ത്രോപ്പോ സെൻട്രിക് ആയിട്ടുള്ള മാൻ സെൻട്രിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചും കൂടിയാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ഈ ഡോക്യുമെൻറ്റേഷൻ ചെയ്തു വന്നപ്പോൾ നമുക്ക് വന്നതാണ്, അല്ല ആദ്യമേ ഇത് കണ്ടുകൊണ്ട് ചെയ്തതല്ല. അപ്പം ഇതിൻ്റെ ഒരു ഗുണം ഇതാണ്, കാരണം ഇപ്പോൾ ഒരു അന്വേഷണാത്മകമാണ് പരിപാടിയാണ്. അതെ അതെ, ഓരോ സ്റ്റെപ്പിലും നമുക്ക് പുതിയ അപ്പോൾ ഈ ഓവറോൾ സസ്റ്റൈനബിലിറ്റി എന്ന് ഞാൻ ഇപ്പോഴും എനിക്ക് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മനുഷ്യരാണ് കലയിലൂടെ കൃഷിയെ കാണുന്നത്. നമുക്ക് വേണമെങ്കിൽ കൃഷിയിലൂടെ കലയെ കാണാം, കലയിലൂടെ കൃഷിയെ കാണാം. നമ്മളിപ്പോൾ ഈ അന്യം നിന്ന് പോയിട്ടുള്ള കൊയ്ത്തുപാട്ടുകളൊക്കെ അത്തരം കാര്യങ്ങൾ ഡോക്യുമെന്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ കൊയ്ത്തുപാട്ടുകൾ, വിത്തുപാട്ടുകൾ, ചക്രപ്പാട്ടുകൾ, കാളപ്പാട്ടുകൾ, അതിലൂടെ ആ കാലത്തെ കൃഷി രീതികളെ പറ്റി മനസ്സിലാക്കാനും അത്തരം സുസ്ഥിര രീതികൾ നമുക്ക് ഇപ്പോൾ പ്രാബല്യത്തിൽ വരുത്താൻ പറ്റുമോ എന്നുള്ള ഒരു അന്വേഷണമൊക്കെ അതും ഇതിന്റെ ഒരു ഭാഗമാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ഓഡിയോ വിഷ്വൽ ഡോക്യുമെന്റേഷൻ സമയത്ത് ഈ പറയുന്ന ചക്രപ്പാട്ടും കാളപ്പാട്ടും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ചക്രപ്പാട്ട്, വിത്തുപാട്ട്, ചക്രപ്പാട്ട്, കൊയ്ത്തുപാട്ട്, ഇത് പാട്ടുകളിൽ തന്നെ നമുക്ക് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പറേഷൻസ് അനുസരിച്ച് തന്നെ പാട്ടുണ്ടാക്കാം. അതൊക്കെ ഡോക്യുമെന്റ് ചെയ്യുന്നു, അതൊക്കെ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഉണ്ണിനീലി സന്ദേശത്തിൽ നമ്മുടെ പലതരം വിത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നെൽവിത്തുകളെ കഴിഞ്ഞ ദിവസം ഡോക്ടർ പ്രദീപ് കുമാർ പറയുമായിരുന്നു, ഐതിഹ്യമാലയിൽ നമ്മൾ ഏതൊക്കെ തരം കൂട്ടാനുകളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂട്ടാനുകൾ ഏതാണെന്ന് അറിയുമ്പോൾ അതിനകത്തുള്ള പച്ചക്കറി അറിയാം, ആ ഏതൊക്കെ പച്ചക്കറി കൂട്ടാണെന്ന് ഉണ്ടായിരുന്നെന്ന് അറിയാം. അപ്പോൾ പച്ചക്കറി കൃഷിയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇങ്ങനെ ഇത് ഒരു അനന്തമായി കിടക്കുന്ന ഒരു കാര്യമാണ്, ബട്ട് ടോട്ടലി അൺഎക്സ്പ്ലോർഡ്. അപ്പോൾ ഈ കൃഷി, സംസ്കാരം, ചരിത്രം, രാഷ്ട്രീയം, ഇതൊക്കെ നമ്മൾ സമഗ്രമായി ഇതിനെ, പക്ഷേ ഞാൻ പറയുന്നത് നമുക്കെല്ലാം ഇത് കവർ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ഇത് മുഴുവൻ അൺഎക്സ്പ്ലോർഡ് ഏരിയ ആണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഈ തുടക്കത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി ഫർദർ റിസർച്ചും ഈ രീതിയിൽ വരുമോ എന്നുള്ളത് മാത്രമാണ്. ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിനെ പറ്റി കൂടുതൽ ആലോചിച്ചു. ഫോർ എക്സാമ്പിൾ പണ്ടത്തെ തിണകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറിഞ്ചി, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് എന്തെങ്കിലും നമ്മൾ തെയ്യത്തിൽ ഏകദേശം ഈ ഐന്തിണ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ കാലത്തിൻ്റെ ഈ നേരത്തെ പറഞ്ഞുകൊണ്ട്, അതായത് സംഘകാല കൃതികളിൽ
കാർഷിക ഒരു സംസ്കാരം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ ഐന്തിണകൾ എന്നുള്ള കൺസെപ്റ്റ് വെച്ചുകൊണ്ട് തെയ്യത്തിനെ കാണുന്നൊരു രീതിയുണ്ട്. അപ്പം അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. നേരിട്ട് 5 തിണകൾ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് എന്നുള്ളൊരു സംഭവം നമ്മൾ പറയുന്നില്ല. ഒരു ഭാഗത്ത് കാർഷിക വികസനത്തിന് സുസ്ഥിരമായ കാർഷിക വികസനം നമ്മുടെ ലക്ഷ്യമാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ അനുഷ്ഠാന കലകളുടെ നിലനിൽപ്പും അതിൻ്റെ ഒരു ഉയർച്ചയും അതിൻ്റെ ഒരു പബ്ലിസിറ്റി ഒക്കെ ഇത് രണ്ടും കൂടി വരുമല്ലോ ഒരേ രീതിയിൽ. അതെ, അങ്ങനെ തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് രണ്ടും പരസ്പര പൂരകമായിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന നമ്മുടെ സങ്കല്പത്തിൽ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൽ പോലും ഈ ഒരു കൾച്ചറിൻ്റെയും ആർട്ടിൻ്റെയും ഒക്കെ ഒരു റെലവൻസ്, അത് ഇപ്പോൾ UNDPയുടെ പുതിയ ഈവൻ വെറ്റ്ലാൻഡ് എക്കോസിസ്റ്റത്തിൻ്റെ ഈ വർഷത്തെ 2026 പോലും കൾച്ചർ എന്നുള്ളൊരു സാധനം വെള്ളത്തിൻ്റെ പ്രൊട്ടക്ഷനിൽ വരെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ആ കോൺസെപ്റ്റ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും ഇന്ത്യയിൽ മുഴുവനുള്ള കാർഷിക സർവകലാശാലകളിൽ ഇങ്ങനൊരു എഫേർട്ട് എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണെന്നാണ് തോന്നുന്നത്. കാരണം ഇത്തരത്തിലൊരു കൃഷിയും സംസ്കാരവും തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണാത്മകമായ ഒരു പ്രവർത്തനം അത് അധികം കണ്ടതായിട്ട് തോന്നുന്നില്ല. അല്ല, അത് ശരിയാണ്. പിന്നെ നമ്മൾ കാർഷിക സർവകലാശാലയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ അങ്ങനെ മേനി പറയണത് ശരിയല്ലല്ലോ. അതുകൊണ്ട് മാത്രം അങ്ങനെ പറയാത്തതാണ്. പക്ഷേ അത് സാറ് പറഞ്ഞത് കറക്റ്റാണ്. അതായത് ആ രീതിയിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ എക്സ്റ്റൻഷൻ മെഷീനറി പോലും ആ രീതിയിൽ നമുക്കൊന്ന് ഓറിയൻറ്റ് എടുക്കാൻ സാധിച്ചാൽ അത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ അടുത്ത പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട്? ഇത് തന്നെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ തെയ്യം തന്നെ ഇപ്പോൾ നോക്കിയാൽ അറിയാം, ഇത്രയും എണ്ണം തെയ്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏകദേശം 200 തെയ്യം ഷൂട്ട് ചെയ്തു. ഇപ്പോൾ ഓരോ കാര്യങ്ങളിലേക്ക്, ഇപ്പോൾ പൂരക്കളിയിലേക്ക് കിടക്കുമ്പോൾ പൂരക്കളിയിൽ ഏകദേശം 18 നിറം എന്നാണ് പറയുന്നത്. 18 തരം പാട്ടുകൾ, 18 നിറം എന്നാണ് പറയുന്നത്. അത് ഓരോ നിറവും നമ്മൾ പഠിക്കണം. ഇപ്പോൾ നേരത്തെ തോറ്റത്തിൻ്റെ കാര്യം നമ്മൾ പ്രൈവറ്റായിട്ട് സംസാരിച്ചപ്പോൾ തോറ്റത്തിൽ അടങ്ങിയിട്ടുള്ള പിന്നെ അതിൻ്റെ ലിറ്ററേച്ചർ എന്താണ്, അതിൻ്റെ ചരിത്രം എന്താണ്. അപ്പോൾ കണ്ടനാർ കേളനൊക്കെ പിന്നെ ആ കഥയിൽ, കണ്ടനാർ കേളൻ്റെ കഥയിൽ ഇദ്ദേഹം വാഴക്കൃഷി ചെയ്യുന്ന കൃഷിക്കാരനായിട്ടാണ് പറയുന്നത്, ഇയാളുടെ അമ്മാവനും ഒക്കെ. അപ്പോൾ ഇങ്ങനെ ഓരോന്നും എടുക്കാം. അപ്പോൾ ശരിക്കും ഈ ചെറുവത്തൂർ തിമിരി വയലിൽ വലിയ വിളപ്പിൽ ചാമുണ്ടിയാണ് അവിടുത്തെ ആദ്യത്തെ വിത്ത് ഇറക്കുന്നത് തന്നെ. തെയ്യം നേരെ തിമിരി വയലിൽ പോയിട്ടാണ് ഇറക്കുന്നത്. അത് ഭയങ്കര ഒരു കാഴ്ച തന്നെയാണ്. നമ്മളിപ്പോൾ ഡ്രോണിലൊക്കെ ഷൂട്ട് ചെയ്താൽ അതൊരു ഓപ്പൺ പാടത്ത് ഈ ഒറ്റ തെയ്യം പോയി ആ വിത്ത് വിതയ്ക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അതുമാതിരി കണ്ടക്കോരൻ, ബപ്പിരിയൻ, ഇങ്ങനെയുള്ള തെയ്യങ്ങളൊക്കെ തെങ്ങി കയറും. ഇപ്പോൾ കാവുകളിൽ തന്നെ, ഇപ്പോൾ എനിക്കറിയാം തൃക്കരിപ്പൂർ നടക്കാവ്, മുണ്ടിയക്കാവ്, അവിടെ കാവൽക്കാരെന്നാണ് പറയുക. ഈ കാവൽക്കാരെന്ന് പറയുന്നതിൻ്റെ ആചാരക്കാർ നെൽകൃഷി കാവൽ നിൽക്കുന്നവരായിട്ടാണ് ഈ കാവൽക്കാരെന്ന് പറഞ്ഞത്. അപ്പോൾ അത് ആ രീതിയിൽ കൃഷിയും ഈ കാവുകളിൽ തമ്മിലുള്ള ബന്ധം വളരെ കൃത്യമായിട്ടത് പറയുന്നുണ്ട്. കാവ് കംപ്ലീറ്റ്ലി ഒരു പുതിയ ഏരിയ ആണ്. കാരണം കാവിൽ ഉള്ള ബയോഡൈവേഴ്സിറ്റി അല്ലേ, അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫോറസ്ട്രി ഡിസിപ്ലിൻ ആണെങ്കിൽ കൂടി നമുക്ക് കാവുകളെ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. കാവിന്റെ എക്കോസിസ്റ്റം സംരക്ഷിക്കണം. അതിലൂടെ സുസ്ഥിരതയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അവിടെ തെയ്യം വരുന്നു. അവിടെ ഇതെല്ലാം ഇതിന്റെ ഒരു സോഷ്യോളജി, ഇതിന്റെ ഒരു ആന്ത്രോപോളജി, ഇതിന്റെ ഒരു സംസ്കാരം എല്ലാം കൂടി ബന്ധപ്പെട്ട ഒരു വളരെ ശരിയാണ്. പുതിയൊരു കാഴ്ചപ്പാടുകളുടെ കാര്യങ്ങൾ. സോഷ്യോളജി പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ പാലക്കാട് പൊറാട്ട് കളി. പൊറാട്ട് ശരിക്കും പുറത്തുനിന്നുള്ള ആട്ടം എന്നാണ്. അതായത് അമ്പലത്തിൽ പ്രവേശമില്ല അവർക്ക്. പൊറാട്ട് നാടകം അമ്പലത്തിൽ പ്രവേശമില്ലാത്ത പാണർ എന്നുള്ള കമ്മ്യൂണിറ്റി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അത് ചെയ്യുന്നത്. ഏകദേശം 16 മണിക്കൂറാണ് ഒരു നാടകം. അത് ഒരു സാമൂഹ്യ വിമർശനവും കൂടിയല്ലേ? അതെ, എക്സാക്ട്ലി. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അടിച്ചമർത്തപ്പെട്ട സങ്കടങ്ങളും ഈ ഫ്യൂഡലിസ്റ്റ് ഇതിനെതിരെയുള്ള ഒരു പാട്ടും ഇതൊക്കെയാണ്. തെയ്യം അതുപോലെ തന്നെയാണ്. കാരണം പല തെയ്യങ്ങളും രക്തസാക്ഷികളാണെന്ന് പറയുന്നത്. പല തെയ്യങ്ങളും അക്കാലത്തെ ഫ്യൂഡൽ അടിച്ചമർത്തലിന്റെ ഭാഗമായി രക്തസാക്ഷികളായി മാറിയവരുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. ഒരു അർത്ഥത്തിൽ പറഞ്ഞ അടിസ്ഥാന വർഗത്തിന്റെ ഒരു ആയിട്ടാണ് കാണുന്നത്. എല്ലാം നമ്മൾ ഏത് തെയ്യം നോക്കിയാലും പ്രത്യേകിച്ച് മുച്ചിലോട്ട് ഭഗവതി, അതുപോലെയുള്ള ഏത് തെയ്യങ്ങളും ആ തെയ്യം ആ കാലഘട്ടത്തിലെ മേൽക്കോയ്മയെ വെല്ലുവിളിച്ചവരാണെന്നുള്ളതാണ്. പൊട്ടൻ തെയ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു വാചകം ഉണ്ടല്ലോ, ഈ മറ്റേ നിങ്ങളെ കൊത്തിയാലും ചോര, എന്നെ കൊത്തിയാലും ചോരയിലെ ചോറ്. അതെ. അപ്പോൾ ഇത് ശരിക്കും ഒരു സോഷ്യോളജിക്കലി ഇഫ് യു ലുക്ക് അറ്റ് തിങ്സ്, അപ്പോഴും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പഠനവിധേയമാക്കേണ്ടതുണ്ട്. ഒരുപാട്
പ്രോബബ്ലി ഇൻ്റർവെൻഷൻസും പോസിബിൾ ആണ്. ഈ ഇപ്പോൾ പൊറാട്ടുകളിയിൽ ആണെങ്കിൽ ശരി, ഇപ്പോൾ കന്യാറുകളിയിൽ ഇനി മറ്റൊരു ഭയങ്കര രസമുള്ളൊരു കാര്യം എന്താണെന്നറിയോ? ഇപ്പോൾ തെയ്യത്തെ തന്നെ ഇപ്പോൾ ഉമ്മച്ചി തെയ്യം ഒരു മുസ്ലിം അത് തെയ്യം ഓവർ തെയ്യമാണ്. ഒരു തെയ്യത്തിൻ്റെ മതമൈത്രി അതെ അത് തന്നെ. അപ്പം അത് ഈ തെയ്യം തന്നെ ഈ മുസ്ലിം വിഭാഗത്തിൽ ആ കാലത്തിൽ എല്ലാ സമുദായങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അത് മുസ്ലിം സമുദായത്തെ അഡ്രസ്സ് ചെയ്യുന്നത് മാടായി നഗരമേ എന്ന് വിളിച്ചുകൊണ്ടാണ്. അങ്ങനെ ഓരോരോ സമുദായത്തിന് അഡ്രസ്സ് ചെയ്യുന്നതിന് പ്രത്യേക പേര് നോമൻക്ലേച്ചറുണ്ട്. ഈ തെയ്യം പോലെ തന്നെ പടയണിയിലും ഉണ്ട് ഈ മതമൈത്രി തെയ്യങ്ങൾ. അതായത് അന്തോണി മരക്കാറുണ്ട്, അതൊരു ക്രിസ്ത്യൻ പശ്ചാത്തലം കഥ വെച്ചിട്ട് പടയണി. അതുമാതിരി അതിനകത്തും ഉണ്ട് മുസ്ലിം തെയ്യങ്ങളുണ്ട്, മുസ്ലിം പടയണികളുണ്ട്. ഈ ആലിത്തെയ്യം, ഈ മറ്റേ ബപ്പിരി, ഇങ്ങനെ ഒരുപാട് മുസ്ലിം തെയ്യങ്ങളുണ്ട്. ഉമ്മച്ചി തെയ്യം അങ്ങനെ പല. കന്യാറുകളിയുടെ ഉള്ളില്, കന്യാറുകളിയുടെ അകത്ത് ഒരു പൊറാട്ടില്, ഒരു പൊറാട്ടിനകത്ത് ഒരു മുസ്ലിം ഒരു ട്രേഡർ, അയാൾ എണ്ണക്കച്ചവടക്കാരനാണ്. അയാൾ ഈ അമ്പലത്തിനകത്ത് അകത്തിരുന്ന് വാങ്ങി വിളിക്കും. അപ്പോൾ ഞാൻ ആലോചിക്കാം, ഇന്നിപ്പോൾ അത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അന്നത്തെ ഒരു സമൂഹം ഇത്രയും അന്നൊരു ഒത്തൊരുമയോടുകൂടി പോയ ഒരു സമൂഹത്തിന്റെ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ. എക്സാക്ട്ലി അങ്ങനെ ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റിയിൽ കൂടെ വന്ന ഒരു അപ്പൊ അത് അതിന്റെ ഒരു എന്താ പറയാ, ഒരു റിവൈവൽ ആണ് സത്യത്തിൽ നമുക്ക് വേണ്ടിയിരിക്കും. എക്സാക്ട്ലി ശരിക്കും ഉണ്ടല്ലോ. ഈ അങ്ങനെ നോക്കുമ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നതാണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ആ രീതിയിൽ സസ്റ്റൈനബിൾ അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി എന്നുള്ള ആസ്പെക്ട് നമ്മൾ ഈ കൃഷിയും സംസ്കാരവും എന്നുള്ള സബ്ജക്റ്റ് എടുക്കുമ്പോൾ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ മുഴുവൻ നമ്മൾ കാഴ്ചപ്പാടോടുകൂടി. ഞാനിതിൽ കാണുന്ന ഒരു പ്രധാനത്തിൽ ഇതുവരെ ആലോചിക്കാതിരുന്ന ഒരു രീതിയിൽ ഈ കാര്യങ്ങളെ കാണാനും അതിനുള്ളൊരു എഫേർട്ട് എടുക്കാനും കാർഷിക സർവകലാശാലയും അതുപോലെ ഇവർക്ക് തയ്യാറായത് തീർച്ചയായിട്ടും വളരെയധികം പ്രശംസനീയമായ. അല്ല അതിപ്പോൾ അതാ പറഞ്ഞു, ഇങ്ങനൊരു പ്രോജക്റ്റ് സർവകലാശാലയും കേരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഊർജ്ജം വരികയാണ്. നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഇനിയും ചെയ്യാം. അല്ലെങ്കിൽ പക്ഷേ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തേണ്ടതായിട്ട്, അതാണ് അതിനകത്തുള്ളൊരു പ്രശ്നം. നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതും ഒരു അക്കാഡമിക് സമൂഹത്തിന് മാത്രമല്ല പൊതുജനങ്ങളിലേക്കും ഈ ഇത്തരം കാര്യങ്ങൾ എത്തുകയും അവരെ സെൻസിറ്റൈസ് ചെയ്യേണ്ടതായിട്ടും അതുകൊണ്ട് പ്രധാനപ്പെട്ട. അങ്ങനെ ആളുകൾ ഇതിലേക്ക് കൂടുതൽ ആകർഷിക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ശ്രമിക്കാം, സർവകലാശാല ശ്രമിക്കണമെന്നുണ്ട്. കൃഷിയും സംസ്കാരവും തമ്മിൽ അറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കാനും പുതിയൊരു അവബോധം, കാർഷിക സാംസ്കാരിക അവബോധം സൃഷ്ടിക്കാനും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ശ്രീവത്സൻ ജെ മേനോൻ ഇന്ന് ഈ സംവാദത്തിൽ പങ്കെടുത്തു. അദ്ദേഹത്തിന് കേരയുടെ എല്ലാ നന്ദിയും പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ പ്രശസ്ത സംഗീതജ്ഞൻ കൂടിയായ ശ്രീവത്സൻ ജെ മേനോൻ ഒരു കൃഷിപ്പാട്ട് കൂടി അവതരിപ്പിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മണ്ണൊരുക്കാം കൂട്ടരേ, മണ്ണൊരുക്കാം കൂട്ടരേ, മനസ്സൊരുക്കാം കൂട്ടരേ, മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ. മണ്ണൊരുക്കാം കൂട്ടരേ, മനസ്സൊരുക്കാം കൂട്ടരേ, മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ, മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ, മുന്നേറാം കൂട്ടരേ, മുന്നേറാം കൂട്ടരേ, മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ. എല്ലാവർക്കും നന്ദി.